तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ। ഒന്ന് അടിച്ചോടി. നിക്ക്, പിടിച്ചെണീപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ തനിയെ എണീറ്റോളാം. നിന്നെ പിടിച്ചെണീപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല, ഇതെടുക്കാനാ. അതെ, രോഹന എന്തായാലും കാണുന്നില്ല. നീ ഇതൊന്ന് ഇട്ടിട്ട് വന്നേ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ചെന്നേ. എനിക്കിതൊന്നും ഇടാൻ പറ്റില്ല. ബ്രഹ്മചരി വ്രതം പോലെ തന്നെ ഷർവാണി ഇടില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ടോ? നിനക്കറിയാലോ, അച്ഛൻ നിന്നെ എന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നേ. അറിയാം. ഓ, അപ്പൊ നിനക്ക് നീ പറഞ്ഞ ഡയലോഗ് ഓർമ്മ കാണുമല്ലോ, ഞാൻ എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറില്ലാന്ന്. ഇതൊക്കെ 2-3 ജന്മം മുമ്പുള്ള കാര്യമൊന്നുമല്ലല്ലോ, 2-3 ദിവസം മുമ്പുള്ള കാര്യമല്ലേ, ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് എന്നെ സഹായിച്ചാൽ എന്താ? അല്ലെങ്കിൽ അച്ഛന്റെ പുറകെ എപ്പോഴും നടക്കുമല്ലോ മുതലാളി മുതലാളി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ ചെയ്താൽ എന്താ? അച്ഛൻ പറയുന്ന എന്തും നിനക്ക് അനുസരിക്കാലോ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ മകള് പറയുന്ന അനുസരിച്ചാൽ എന്താ? മനസ്സിലായോ? എന്താ ഞാൻ ചെന്ന് പറയട്ടെ? വേഗം തീരുമാനിച്ചോ, എന്താ വേണ്ടേ? ഭയങ്കരനൊരു ബ്രഹ്മചാരി. ആദ്യമായിട്ടാ മനുഷ്യനെ പോലെ തോന്നുന്നേ. കുറച്ച് വിട്ടു നിൽക്കാൻ പറഞ്ഞല്ലേ? എന്താ അവനവനെ തന്നെ വിശ്വാസമില്ലേ? മതിയല്ലോ, ഇനി എനിക്കിത് കഴിച്ചു മാറ്റാലോ. എടോ, എന്തൊരു ആറ്റിറ്റ്യൂഡാ ഇവന്. ബ്രഹ്മചാരി ആയത് നന്നായി, അല്ലെങ്കിൽ ഏത് പെൺകൊച്ചാണോ ഇവനെ കെട്ടുന്നത് അവളുടെ ജീവിതം നാശമായനെ. വൃത്തികിട്ട ഗുണ്ട. ഈ സാധനങ്ങളൊക്കെ അകത്തേക്ക് വെച്ചേക്കും. ആരും അവിടെ ഉള്ളേ, ഇങ്ങ് വന്നേ. അല്ലെങ്കിൽ സ്വന്തം കാലിൽ നേരെ നിൽക്കാൻ തന്നെ വശമില്ല, അപ്പോഴേ സാധനങ്ങൾ എടുക്കാൻ പോകുന്നേ. അതെ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കൂ. കഴിയുന്നത്ര വേഗം വീട്ടിലേക്ക് വരണം. അല്ല, അപ്പോഴേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടുവെക്കണേ. വിൻഡോ അടക്കം തുറന്നിട്ടിട്ടാ പോകുന്നേ. രോഹന്റെ ഫോണല്ലേ? എന്താ, ഇതാണോ തെരയുന്നേ?
ഇതെടുക്കാൻ വേണ്ടിയല്ലേ വന്നേ? ഏത് ടൈപ്പ് എന്ന് ചോദിച്ചാ ഡീപ് ബാക്ക്ലെസ് ബ്ലൗസാ ഇത്. രോഹന്റെ ഫോൺ എങ്ങനെയാ നിന്റെ കയ്യിലെത്തിയേ? ഇഷ അവളുടെ മൂഢ സ്വർഗത്തിൽ തന്നെ ജീവിക്കട്ടെ. അവള് കിട്ടാൻ പോകുന്നത് രോഹനെ തന്നെയാണെന്നും കരുതിക്കോട്ടെ. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. രോഹന്റെ ഫോൺ എങ്ങനെയാ നിന്റെ കയ്യിൽ വന്നേന്ന്? അത് ഈ ഫോൺ ആക്ച്വലി എനിക്ക് ആ കടയുടെ പുറത്തുനിന്ന് കിട്ടിയതാ. ആരുടെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ട് കൊടുക്കാന്ന് കരുതി കൈ തന്നെ വെച്ചതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ഫോൺ ആരുടേതാണെന്ന് നിനക്കറിയോ? എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നല്ലോ. രോഹന്റെ ഫോൺ എങ്ങനെയാ ഷോപ്പിന്റെ മുന്നിൽ വന്നേ? എനിക്കിപ്പോ തന്നെ കോളേജിലേക്ക് പോണം. എന്തിന്? രോഹൻ കോളേജിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ പോണം. വണ്ടി എടുക്ക. അത് വേണ്ട, ഈ ഫോണ് ഞാൻ തന്നെ രോഹന് കൊടുത്തിട്ട് വരാം. പിന്നെ എനിക്ക് വീട് വരെ ഒന്ന് പോകണമായിരുന്നു, ചെറിയൊരു അത്യാവശ്യമുണ്ട്. ശരി, നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൂട്ടി പൊക്കോളാം. അതിനവൻ കോളേജിലുണ്ടായിട്ട് വേണ്ടേ? ഇവളവിടെ ചെന്ന ആകെ പ്രശ്നമാവുമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാനും കൂടെ വരാം. ദേവ്, ദേവ്, രോഹൻ ഇന്ന് കോളേജിൽ വന്നോ? രോഹനോ? അവനൊന്നും വന്നേ ഇല്ലല്ലോ. അവനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ല, ഫോണും എടുക്കുന്നില്ല. ഇഷ, രോഹൻ, നീ രാവിലെ മുതൽ എവിടെയായിരുന്നു? പിന്നെ നിന്റെ ഫോൺ എവിടെ? നിന്റെ ഫോൺ എവിടെ? എന്തിനാ നീ ടെൻഷൻ ആവുന്നേ? നിനക്ക് എന്ത് പറ്റി? രോഹൻ, നിന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എന്റെ പോക്കറ്റിൽ കാണും. എന്നാൽ ഫോൺ എന്റെ കയ്യിലാ ഉള്ളത്. നിന്റെ കയ്യിൽ എങ്ങനെ നിന്റെ കയ്യിലെത്തി? ആ, ഇപ്പോഴാ മനസ്സിലായേ. ഞാനേ നിനക്കൊരു സർപ്രൈസ് അറിയാൻ ഇരിക്കുകയായിരുന്നു. ഷോപ്പിന്റെ അടുത്ത് എത്തുകയും ചെയ്തു. പക്ഷെ അത്യാവശ്യമായിട്ട് എനിക്കൊരിടത്ത് പോകേണ്ടി വന്നു. അപ്പൊ അവിടെ വെച്ച് വീണതായിരിക്കും. നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൂട്ടി പൊക്കോളാം. രോഹന്റെ ഫോൺ ഇഷയുടെ കയ്യിൽ കിട്ടി. അവളിപ്പോ അവനെ കാണാൻ വേണ്ടി കോളേജിലേക്ക് പോവാ. രോഹന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് എത്തിക്കാം. ഞാനും കൂടെ വരാം. അല്ല, പൊതുവേ നിനക്ക് ഓക്സിജനേക്കാളും അത്യാവശ്യം നിന്റെ ഫോൺ ആയിരുന്നല്ലോ. എന്നാൽ ഇന്ന് ഇത്രയും നേരമായിട്ട് ഫോൺ കയ്യിലില്ലാതിരുന്നിട്ടും നീ ഇത്ര ചില്ലായിരിക്കുന്നല്ലോ. അതിലെന്തോ കുഴപ്പം തോന്നുന്നില്ലേ? രോഹൻ, നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇവരെന്താ സൈലന്റ് ഫിലിമിലെ ഹീറോ ആണോ? നിന്റെ കയ്യിൽ പറയാൻ ഉത്തരമില്ല, അതുകൊണ്ട് നീ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്ക്, ചുമ്മാ സമയം കളയാതെ. എനിക്കാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്. ഡീ, ഞാൻ സത്യമാ പറയുന്നത്. ഞാൻ ലൈബ്രറിയിലായിരുന്നു. പിന്നെ വീട്ടിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങളായതുകൊണ്ട് ഫോൺ തരാനൊക്കെ എവിടെ സമയം? അച്ഛൻ അർജന്റായി വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. ബൈ. രോഹൻ, രോഹൻ നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ സംശയമൊക്കെ തീർന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. പെട്ടെന്ന് വീട്ടിൽ ചെല്ലേണ്ട ആവശ്യമുണ്ട്. നിന്നെ കണ്ടിട്ട് ഒരുപാട് ജോലി ഉള്ളതായൊന്നും തോന്നുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ട്. രോഹൻ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്.